അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ള ഒരു കാര്യം, അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്നലെ നമ്മുടെ വിസ്മയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതായത് ഇൻസ്റ്റഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, എൻ്റെ അമ്മോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇൻട്രോ ഒക്കെ കൊടുക്കുന്ന വിസ്മയ. അപ്പോൾ വിസ്മയ ഇന്നലെ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരോടും കൂടി ഒരു ഹെൽപ്പ് പോലെയാണ് ചോദിച്ചത്, ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ഇതിനകത്തൊരു ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ നിങ്ങൾ സംസാരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിസ്മയ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വിസ്മയ സംസാരിച്ച ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്നുകൂടെ പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്കിതിനെപ്പറ്റി പറയാം. എല്ലാ ന്യൂസ് ചാനൽ, ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം ആരും സംസാരിക്കുന്നില്ല? When a woman faces a sexual issue in public, everyone talks about it. But when she harassed through sexual comments and DMs on social media, why does no one speak up? എനിക്ക് വന്ന സെക്ഷൽ കമന്റ്സ്, DMs എല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ ഇട്ടതെല്ലാം ഞാൻ സ്റ്റോറി ഇട്ടതായിരുന്നു. അപ്പൊ 3-4 പേരുടെ മെസ്സേജ് ഞാൻ കണ്ടു. അവർക്കും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, അവരുടെ പെങ്ങൾക്കും ഇതേപോലെ വന്നിട്ടുണ്ട് മെസ്സേജ്. ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് വരാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം എനിക്ക് കംപ്ലൈന്റ് ചെയ്തുകൂടെ. എത്രയെന്ന് വെച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്യും? ഇനിയിപ്പൊ കംപ്ലൈന്റ് ചെയ്യുവാണെങ്കിൽ എന്റെ പ്രശ്നം മാത്രമേ തീരത്തുള്ളൂ. എത്ര പേര് ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്? സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് എനിക്ക് DMൽ അയച്ചിട്ട് വൾഗറായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് നാള് ഞാൻ ഇത് ഇഗ്നോർ ചെയ്തു. ഇനി പറ്റില്ല, ഇനി സംസാരിക്കണം. ദിസ് കൈൻഡ് ഓഫ് ഡേർട്ടി കമന്റ്സ് മേക്സ് മീ അൺകംഫർട്ടബിൾ ആൻഡ് ഹേർട്ട് മീ എ ലോട്ട് ഇൻസൈഡ്. എത്ര പേര് കാണും ഇങ്ങനെ? എത്ര പേര് ഇതിൽ കംപ്ലൈന്റ് കൊടുത്തതാണ്? എത്ര പേര് ഹേർട്ടായിട്ടുണ്ടാവും? ഈ ഒരു സെക്ഷൽ കമന്റ് ഇഷ്യൂ എല്ലാരും സംസാരിക്കുമെന്നും എല്ലാരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫുൾ വീഡിയോ കണ്ടു കാണും. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക് എന്താണെന്ന്. അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഭൂരിഭാഗം സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ഇതിപ്പോൾ വിസ്മയ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയതുകൊണ്ടും ഇത്തരത്തിലൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മടിയില്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. അവരെ സെക്ഷലി ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുന്ന രീതിയിൽ അത്രയും വൾഗറായിട്ടുള്ള ഒരുപാട് മെസ്സേജസ് വരുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതുപോലെ സാധാരണപ്പെട്ട പെൺകുട്ടികളുണ്ട്. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയ മറ്റൊരു കാര്യം, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു അനിയത്തിയുണ്ട്. എൻ്റെ അനിയത്തി ഏകദേശം 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തതും എൻ്റെ ഫോണിലാണ്. ഇൻസ്റ്റഗ്രാമിൽ 2-3 ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും പോസ്റ്റൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു. ചില വൾഗറായിട്ടുള്ള മെസ്സേജുകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് മാറ്റിയാണുണ്ടായത്. അപ്പോൾ ഇത്രയും ചെറിയ കുട്ടികൾക്ക് വരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി നേരിടേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും അത്തരത്തിൽ ഈ റീൽസ് വീഡിയോസ്, ഡാൻസ് വീഡിയോസ് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർ എത്രയും മോശപ്പെട്ട രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയയിൽ പല വ്യക്തികളും ഇവർക്കെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ മെസ്സേജസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭയങ്കര വൾഗറായിട്ട് എത്ര മോശപ്പെട്ട രീതിയിലാണ് അവരെ സെക്ഷലി ഹറാസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല ലാംഗ്വേജുകളും ആ ഒരു ചാറ്റിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകൾക്കെതിരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് എതിരെ വരുന്ന എതിരെയും കൃത്യമായിട്ട് നമ്മുടെ നിയമം ഒരു കാര്യം, എന്തെങ്കിലും ഈ മെസ്സേജസ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മോശപ്പെട്ട മെസ്സേജുകൾ ഇവർക്ക് അയക്കാൻ പറ്റാത്ത രീതിയിലോ എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന മെറ്റയോ അല്ലെങ്കിൽ നമ്മുടെ നിയമമോ കൊണ്ടുവരണമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്നലെ നമ്മുടെ ലാലേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയാത്ത ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂന്ന് എടുത്ത ചില ക്ലിപ്പുകളും അദ്ദേഹത്തിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ലാലേട്ടൻ നേരിട്ട് ഈ ഹൈക്കോടതിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഹൈക്കോടതി ഈ പറയുന്ന മെറ്റയോട് പറഞ്ഞു, ലാലേട്ടൻ ഈ പറയുന്ന മോഹൻലാലിനെ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വീഡിയോസും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം
അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റണമെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ആക്ടർ ആയതുകൊണ്ടും ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിന് അത് സാധിച്ചെടുത്തു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന എല്ലാവർക്കും ഈ പറയുന്ന നമ്മുടെ കോടതിയോ നമ്മുടെ നിയമത്തിനെയോ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെ നീതി കിട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മോശപ്പെട്ട മെസ്സേജസ് അയക്കുന്നവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്തും ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്ത് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഒത്തിരി കംപ്ലൈൻറ്റ് കൊടുത്തു, എന്തോരം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എന്ത് കാര്യം, ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല നമ്മുടെ സൊസൈറ്റിയിലും. ഈ ഒരു ഇത്തരത്തിൽ വരുന്ന മെസ്സേജസിൻ്റെ എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ഒരു പെൺകുട്ടികളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിനകത്ത് നമ്മുടെ ലോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള മെസ്സേജസ് അയക്കുന്ന വ്യക്തികൾക്കെതിരെ കേസ് എടുക്കാനായിട്ടും ഈ ഒരു അക്കൗണ്ടുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടും അവർക്കെതിരെ കൃത്യമായിട്ട് നമ്മുടെ നിയമം നീങ്ങണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇതുപോലെ ഒത്തിരി പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ മോശപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അത് അത്തരത്തിൽ അനുവദിച്ചുകൂടാ. ഇതുപോലുള്ള ഒത്തിരി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഉണ്ട്, വളരെ മാന്യമായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെ മാന്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ ഇത്രയും വൾഗറായിട്ടുള്ള രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അത് ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൊസൈറ്റി കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോ മെറ്റ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോടതി, നമ്മുടെ നിയമം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി ഇവരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എടുക്കണം, അത് സാഫല്യത്തിൽ വരുത്തണമെന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് പറയുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോയെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്